നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു ട്രെയിലർ റിലീസ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്കറിയാം, ചിത്രത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാക്കേജ് ചെയ്തൊരു കോമഡി, ഒരു ഫൺ മൂവിയാണ് നമുക്കറിയാം. ഇതൊരു കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ ബേസിൽ ജോസഫ്, പൃഥ്വിരാജ് സുകുമാരൻ, നിഖില വിമൽ, അനശ്വര രാജൻ, യോഗി ബാബു, ജഗദീഷ് തുടങ്ങിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. കാരണം നമുക്കറിയാവുന്ന ഒരുപിടി നല്ല നല്ല താരങ്ങൾ ചിത്രം തന്നെയാണ്. മറ്റൊരു പ്രത്യേകത കൗണ്ടറിൻ്റെ ആയിട്ടുള്ള പൃഥ്വിരാജും അതുപോലെ തന്നെ ബേസിൽ ജോസഫ് ഒന്നിക്കുമ്പോൾ പ്രത്യേകത കൂടുതൽ തന്നെയാണ്. മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് വിപിൻ ദാസാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ജയ ജയ ഹേ ഇപ്പോൾ തന്നെ അന്താക്ഷരി പോലെയുള്ള ചിത്രങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ് വിപിൻ ദാസ്. അപ്പോൾ വിപിൻ ദാസിന് ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചിത്രത്തിലും. കാരണം ഇതൊരു കല്യാണമോടൊരു വൈബ് പടമാണ് എന്ന് മുന്നേ തന്നെ അത് പറഞ്ഞിരുന്നു. കാരണം ഇതൊരു വേറെ തരം പാക്കാണ്, ഒരു കല്യാണം അതുമായിട്ടുള്ള ഒരു ചർച്ച വിഷയങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വിഭാഗം ആൾക്കാർ കല്യാണം നടത്താനും മറ്റൊരു വിഭാഗം ആൾക്കാർ കല്യാണം മുടക്കാനും വേണ്ടി നടക്കുന്ന കുറച്ച് ശ്രമങ്ങളൊക്കെയാണ് ചിത്രത്തിൽ ഉടനീളമായിട്ട് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ബേസിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കല്യാണം അയക്കുന്ന പെൺകുട്ടി അനശ്വര രാജൻ തന്നെ നേരത്തെ തന്നെ വ്യക്തമാണ്. അനശ്വരയുടെ ബ്രദറായിട്ട് പൃഥ്വിരാജും പൃഥ്വിരാജിൻ്റെ വൈഫായിട്ട് നിഖില വിമലും വന്നുണ്ട്. അച്ഛൻ കഥാപാത്രമാണെന്ന് തോന്നുന്നു ജഗദീഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര യോഗി ബാബു ഒരു ഇവൻറ്റ് മാനേജ് നടത്തുന്ന വ്യക്തിയാണ്. നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ബാക്കി കുറച്ച് വ്യക്തികളൊക്കെ ഉണ്ട്, ഒരു കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് എന്തൊക്കെ കുഴപ്പമുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ടപ്പോൾ ട്രെയിലർ തന്നെ വ്യക്തമാണ്. കാരണം മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പൃഥ്വിരാജിന് ഇതിലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് പൃഥ്വിരാജ് ചെയ്യുന്നത് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ടീച്ചറാണെങ്കിലും ട്രെയിലർ കണ്ടപ്പോൾ ടൈമിലാണെങ്കിലും അതൊരു വിധത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കാരണം ആളൊരു വേറെ വൈബ് പിടിച്ചുള്ള കഥാപാത്രമാണ്. കുറച്ച് എന്തൊക്കെ ഒരു മെൻ്റലായിട്ടുള്ള പോലത്തെ അല്ലെങ്കിൽ കുറച്ച് ഒരു സ്നേഹം കൂടിയുള്ള കഥാപാത്രമാണ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ അളിയനായിട്ട് ഒരു ബേസിലാണ്. അപ്പോൾ ഒരു രണ്ടുപേരും വരുമ്പോഴുള്ള കുറച്ച് സ്നേഹപ്രകടനം കെട്ടിപ്പിടുത്തം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ബേസിൽ ദുബായിലാണ്. ദുബായിൽ നിന്നും അറബിയോട് പറയുന്ന ഭാഗത്താണ് ട്രെയിനിൽ തുടക്കമായിട്ട് കാണിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് എൻ്റെ കല്യാണമാണ് എവിടെ വെച്ച് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് വെച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആൾ നാട്ടിലോട്ട് വരുന്നു. പിന്നീടുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ മുന്നോട്ടായിട്ട് പോയിട്ടുണ്ടാവുക. ഈ ഫസ്റ്റ് ഹാഫിൽ നാട്ടിലോട്ട് വരുന്നതും കല്യാണമായിട്ടുള്ള അതിൻ്റെ ചില്ലും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് സങ്കീർണമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവസാനം ശുഭാവസാനം എനിക്ക് തോന്നുന്നത്. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ചില ഭാഗത്തൊക്കെ കോമഡി ഭയങ്കര വർക്കൗട്ടാകാൻ തോന്നി, മറ്റൊരു ചില ഭാഗത്ത് കോമഡി വർക്കൗട്ടാകാൻ എനിക്ക് തോന്നി. കാരണം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ദൈവത്തിൻ്റെ അനിയരും ഉണ്ടെങ്കിൽ പക്ഷേ പോലെ വിജയമാവാൻ ചാൻസ് കൂടുതൽ തന്നെയാണ്. കാരണം വേറെ ഒന്നുമില്ല, കാരണം ഇതിൽ ചില കോമഡീസ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടും മറന്നിട്ടുള്ള ഒരു പക്ഷേ ഒരു സ്റ്റോറി ആണെന്നുള്ള ഒരു തോന്നലും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പറയാൻ സാധിക്കില്ല. കാരണം നല്ല പടമാണെന്ന് നമ്മൾ മലയാളം ഒരിക്കലും കൈവിടില്ല, അല്ലെങ്കിൽ കൈവിട്ട് മതിയാവുള്ളൂ എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗുരുവായൂർ അമ്പലനടയിൽ മെയ് 16-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനും എന്തായാലും ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി തയ്യാർ തന്നെയാണ്. എന്തായാലും ഗുരുവായൂർ അമ്പലനടയിലെ ട്രെയിലറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആവറേജ് അനുഭവമാണ് ട്രെയിലറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ട്രെയിലറല്ല സിനിമയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ട്രെയിലറേക്കാൾ കൂടുതൽ സിനിമയ്ക്കും ആ പ്രസൻറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് നൽകാൻ സാധിച്ചാൽ അത് ഗംഭീരമായിട്ടുള്ള വിജയം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്താണ്. അപ്പോൾ എന്തായാലും ട്രെയിനിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.